സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 18 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ബോബി ചെമ്മണ്ണൂർ. മോചനത്തിനായി പിരിച്ചെടുത്ത തുകയിൽ ബാക്കി വന്നത് അർഹരായവർക്ക് തിരികെ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അബ്ദുൾ റഹീമിന്റെ ജീവൻ രക്ഷിക്കാനുള്ള തുക കണ്ടെത്താൻ ബോബി ചെമ്മണ്ണൂർ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യാചകയാത്ര നടത്തിയിരുന്നു. ദുബായിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എത്രയോ പേര് പൈസ ഇട്ടാണല്ലോ ഈ 47 കോടിയിലേക്ക്. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിലല്ല ഇതൊന്നും. പിന്നെ എന്താ പറയുക, ഈ സമയമായാൽ ഇതൊക്കെ നടക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന, എന്ന് പ്രൂവ് ചെയ്തൊരു കാര്യമാണ്. കാരണം അബ്ദുറഹീം തലവെട്ടിക്കൊല്ലാൻ 2 ആഴ്ച ബാക്കിയുള്ളപ്പോഴാണ് ഞാൻ മീഡിയയിലൂടെ ഇത് അറിയുന്നത്. അപ്പോൾ അതുവരെ 2.5 കോടി ആണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള 2 ആഴ്ച കൊണ്ട് ഒരിക്കലും 34 കോടി സാധ്യമാവില്ല എന്നൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അത് ഇറങ്ങി യാചകയാത്രയ്ക്ക് ആയപ്പോൾ മലയാളികൾ എല്ലാവരും കൂടെ അതിനെ സഹകരിച്ചു. അപ്പോൾ അവിടെ ഒരു കാര്യം മനസ്സിലായത്, 2 ആഴ്ചയല്ല, ഇനി 2 മിനിറ്റ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ സമയമായിട്ടില്ല, അയാളുടെ ആയുസ് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴും പുറത്തിറങ്ങാൻ ആ സമയമാവാത്തതുകൊണ്ടായിരിക്കും എന്തെങ്കിലും ഇപ്പം എന്തോ ഒരു ടെക്നിക്കൽ കാരണം പറഞ്ഞിട്ടാണ് നീട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് ഒരു യാചകൻ ഈ യാചകയാത്രയ്ക്ക് ഇടയ്ക്ക് 10 രൂപ ഇട്ടു, കമ്മലൂരി തന്ന്, പിന്നെ ഒരു കുട്ടിയുടെ സ്വർണത്തിൻ്റെ പൊട്ട്, അങ്ങനെ പലരും തന്നവർക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്താൽ ഇൻസ്പിറേഷനും മാതൃകാപരമാണ്. അങ്ങനെ അർഹിക്കുന്നവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പലരും പലതരത്തിൽ പല നെഗറ്റീവ് ന്യൂസുകളൊക്കെ വരുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സജഷനാണ് ഉള്ളത്.